ഈ ലോകത്തിൽ നടക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മിത്രങ്ങളെ ശത്രുക്കളാക്കുക. മിത്രങ്ങളെ ശത്രുക്കളാക്കാൻ വളരെ എളുപ്പമാണ്. രണ്ട്, ശത്രുക്കളെ മിത്രങ്ങളാക്കുക. അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇന്നത്തെ പത്രത്തിൽ ചന്ദ്രബാബു നായിഡുവും DMKയുടെ സ്റ്റാലിനും കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും CPMൻ്റെ പിണറായി വിജയനും പിന്നെ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ഒരുമിച്ചിങ്ങനെ വാള് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഭാരതത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, ചില സ്ഥലത്ത് ഭരണപക്ഷം, കേരളത്തിൽ മുഖ്യമന്ത്രി ഭരണപക്ഷമാണല്ലോ, അവരെല്ലാം ഒരുമിച്ച് ചേർന്ന്, പിന്നെ പോണ്ടിച്ചേരിയിലുള്ള മുഖ്യമന്ത്രിയുണ്ട്, കർണാടകത്തിലെ മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരും മമതാ ബാനർജിയെ കണ്ടില്ല, അങ്ങനെ നോർത്ത് ഈസ്റ്റിലുള്ളവരെ കണ്ടില്ല, അവർ മെയിൻലാൻഡിലെ വലിയ പരിപാടികൾക്കൊന്നും പങ്കെടുക്കാറില്ല. ഒറീസയിലെ വ്യക്തിയെയും ചീഫ് മിനിസ്റ്ററെയും ബിജു പട്നായിക് പോലെയുള്ളവരെയും കണ്ടില്ല. ബാക്കി എല്ലാവരും ഒരുമിച്ച് ചേർന്നു. ചുവട്ടിൽ വേറൊരു വാർത്തയുണ്ട്. കോൺഗ്രസിൻ്റെ ബദ്ധശത്രുവായ ആം ആദ്മി പാർട്ടി, അവർ കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. വേറെ പല ലോക്ദൾ ജനത, ലോക് ജനതാദളോ, അവരൊക്കെ കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ, നമ്മുടെ ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ളവരും AAPയുടെ കെജ്രിവാളിനെ പോലെയുള്ളവരൊക്കെ കോൺഗ്രസിൻ്റെ ആജന്മ ശത്രുവാണ്. ആജന്മശത്രുവായിരുന്നു. അവരെ തോൽപ്പിച്ചിട്ടാണ് ഇവർ കയറിയത് തന്നെ. NT രാമറാവു തെലുഗു അഭിമാനം എന്ന് പറഞ്ഞ് തന്നെയാണ് തെലുഗുദേശം ഉണ്ടാക്കിയത്. ആ തെലുഗു അഭിമാനത്തിൽ കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് അവർ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചതും. ശത്രുക്കളായിരുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്നു. ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു അമ്മച്ചി, അവരുടെ മകൻ, നമ്മൾ പപ്പു എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്ന വ്യക്തിയിലെ മാറ്റങ്ങൾ നോക്കുക. അവരെല്ലാവരും ഒരുമിച്ച് വന്നു. ശത്രുക്കളെല്ലാം, പരസ്പരം ശത്രുക്കളായിരുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്നു. അതേ സമയത്ത് ലോക ജനതയെ ഒരുമിച്ച് കൊണ്ടുവന്ന UNOയിൽ പോലും തൻ്റെ ഭാരതത്തിൻ്റെ മഹത്വം അതിശക്തമായിട്ട് അരക്കിട്ടുറപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഭരണാധികാരികളുള്ള ഭാരതത്തിൽ മിത്രങ്ങളെയൊക്കെ ശത്രുക്കളാക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ഭരിക്കുന്നവരോടുള്ള ബഹുമാനം അല്പം പോലും കുറഞ്ഞിട്ടില്ല. പക്ഷേ കാണുന്നത് എല്ലാ പത്രത്തിലും കാണാം. പത്രമാധ്യമങ്ങൾ ഇന്നും മറ്റുള്ളവരുടെ ഒപ്പാണ്. അവർക്ക് ലഭിക്കുന്നത് വാർത്ത മാത്രമല്ല, അവർക്ക് ദേശത്തിനെതിരെ പറയാനും എഴുതാനുള്ള ധാരാളം കാര്യങ്ങൾ വേറെയും ലഭിക്കുന്നുണ്ട്. ഏത് രീതിയിൽ അവർ നിലനിന്നാലും അവരെ സഹായിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അത് കള്ളത്തരമോ നല്ല തരമോ എന്തായാലും ഒന്ന് ഓർക്കുക, പരസ്പരം ശത്രുക്കളായിരുന്നവരൊക്കെ ഒരുമിച്ച് വരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പരസ്പരം, അതാണ് ഇമ്പോസിബിൾ ആയിട്ടുള്ളത്. ശത്രുക്കളായിരുന്നവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു വിഷമവും ഇല്ലാതെ അവർക്ക് സാധിച്ചു. മിത്രങ്ങളായി കൂടെ നിന്നവർ അവരെല്ലാം ശത്രുക്കളാവുന്ന രീതിയിൽ മാറുന്നു. ഇന്നലെ അല്ലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം നമ്മുടെ SNDPയുടെ പരമോന്നത നേതാവ്, അദ്ദേഹം എപ്പോഴും ചെയ്യാറുള്ള പോലെ പ്രഖ്യാപിച്ചു, BDJS അത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിലേക്ക് ചേരണം എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ, നല്ലതോ ചീത്തയോ ഒന്നും ഞാൻ വിലയിരുത്തണില്ല. ഇവിടെ BJPക്ക് ഒരു മന്ത്രിയെയും കൊടുത്തു, കുറേ MP മാരെയും കൊടുത്തു. വല്ല പ്രയോജനമുള്ള പാർട്ടീസാണെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെയുള്ള ഭരണാധികാരികളെ കേന്ദ്രത്തിനെ പറയാവുന്ന തെറിയും ചീത്തയും എല്ലാം പറഞ്ഞ് അത് മുഴുവനും കേട്ടതിന് ശേഷം 2500 കോടി രൂപ കേരളത്തിന് കൊടുത്തു. ആ തലവിധി നോക്കണം, കേൾക്കാനുള്ളതെല്ലാം കേട്ടിട്ടാണ് കൊടുത്തത്. ഈ എമൗണ്ട് കിട്ടിയിട്ട് കേരളത്തിലെ ആരെങ്കിലും നല്ലത് പറഞ്ഞോ കേന്ദ്രത്തെ? ഇല്ല. ശബരിമല കത്തി ജ്വലിക്കുമ്പോൾ ഈ കേരളത്തിൽ നല്ല രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രത്തിനൊന്നും സാധിച്ചില്ല. ഒരു വിരൽ അനക്കിയിട്ടില്ല. അപ്പുറത്ത്
ജല്ലികെട്ടിന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കിയവരാ. മാത്രമല്ല ഓരോ ഇലക്ഷൻ വരുമ്പോഴും രാമജന്മഭൂമി എന്ന് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, 25-30 കൊല്ലമായിട്ട്. ഇപ്പോഴും അത് തന്നെയാണ്. ആ കോൺഗ്രസ് എന്ത് ഭംഗിയായിട്ട് അതിനെടുക്കുന്നത്. അവർ പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, രാമ മന്ദിർ ഉദർ ഹി ബനായെങ്കിൽ ലേക്കിൻ മോദിജി ബതായിയെ കബ് ബനായെങ്കിൽ. എന്ത് കൂളായിട്ടാണ് മോദിയെ അടിച്ചു വീഴ്ത്തിയത്. രാമമന്ദിരം അയോധ്യയിൽ തന്നെ ഉണ്ടാക്കാം, പക്ഷെ നിങ്ങളാണല്ലോ പ്രധാനമന്ത്രി, എന്നാ ഉണ്ടാക്കുന്നതെന്ന് കൂടി പറയുക. അവർ തന്നെ ചോദിച്ചു വിശ്വ ഹിന്ദു പരിഷത്തിനോട്, നിങ്ങൾ ജാഥ നടത്തി, പ്രൊസഷൻ നടത്തി, മുദ്രാവാക്യം വിളിച്ചു, ആർക്കെതിരെയാ ജാഥ നടത്തിയത്? ആർക്കെതിരെയാ മുദ്രാവാക്യം വിളിച്ചത്? നിങ്ങളുടെ ആൾക്കാരല്ലേ മുകളിൽ ഭരിക്കുന്നേ. ഒരു രാമമന്ദിർ തോ ഉദർ ഹി ബനാനാ ഹേ, ഉസ്കെ ലിയേ ഫറക് നഹീ ഹേ. വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ടാക്കാം. എന്നാ ഉണ്ടാക്കാന്നൊന്ന് പറഞ്ഞുകൂടെ എന്നാ ചോദിച്ചത്. അതിനൊക്കെ എന്തുത്തരാ ഉള്ളത്? പലപ്പോഴും ശത്രുക്കളെല്ലാവരും ഒരാളുടെ ശത്രുക്കളല്ല, പരസ്പരം ശത്രുക്കളായിരുന്നവരൊക്കെ ഒരുമിച്ച് വന്നു. മിത്രങ്ങളായിരുന്നവരെ കൂടെ നിർത്താൻ പറ്റാതെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും എന്ന് ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പറഞ്ഞു. അതിനെതിരെ, ഞാൻ പറഞ്ഞതിനെതിരെ പറയുന്നവരുണ്ട്. ഞാൻ ആരുടെയും ആത്മവിശ്വാസം ഇല്ലാതെയാക്കല്ല. ഉറപ്പ് LDF ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ. നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ, ഇതിലേക്ക് LDFിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരെയും ചേർത്ത് LDF വികസിപ്പിക്കാൻ പോവുകയാണെന്ന്. ആജീവനാന്തം മുഖ്യമന്ത്രി ആയിരിക്കാൻ ഒരു നല്ല വഴിയാണ്. ശരീരത്തിൽ മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ കീഴ്പ്പെടുത്തിയില്ല എങ്കിൽ ആജീവനാന്തം മുഖ്യമന്ത്രിയാവാൻ അങ്ങേര് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ കൂടെ ഉള്ളവർക്കൊന്നും കൊടുക്കാതെ അവരെ ശരിക്ക് ഒരു പ്രത്യേക രീതിയിലൊക്കെ അവഹേളിക്കുമ്പോൾ ഇവിടെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് കൂടി നോക്കുക. അതെല്ലാം സംഭവിച്ചിട്ട് താടിക്ക് കൈയും കൊടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു വിഭാഗമുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച കുറേ പ്രവർത്തകർ, ഇൻ്റലക്ച്വലി പ്രവർത്തിച്ചവരുണ്ട്, ഫിസിക്കലി പ്രവർത്തിച്ചവരുണ്ട്, സോഷ്യലി പ്രവർത്തിച്ചവരുണ്ട്, മെൻ്റലി പ്രവർത്തിച്ചവരുണ്ടാവും, എക്കണോമിക്കലി പ്രവർത്തിച്ചവരുണ്ടാവും, ഫിനാൻഷ്യലി പ്രവർത്തിച്ചവരുണ്ടാവും, അക്കാഡമിക്കലി പ്രവർത്തിച്ചവരുണ്ടാവും. അവരൊക്കെ മനസ്സിനകത്തും ഹൃദയത്തിനകത്തും ദുഃഖത്തിൻ്റെ പരമകാഷ്ഠയും കൊണ്ട് നടക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല. ഒന്ന് മാത്രം നോക്കാം, സമഗ്രമായിട്ട് ഈ നാടിൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവർ ആ പൈതൃകത്തിൻ്റെ സംരക്ഷണത്തിൽ ഇന്നും ഭാരതത്തിൽ ഹിന്ദുക്കൾക്കൊരു സ്കൂൾ തുടങ്ങണമെങ്കിൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സ്കൂൾ തുടങ്ങുന്നതിൻ്റെ 15 ഇരട്ടി ദുരിതമാണ്. 15 ഇരട്ടി. അത് മാറ്റിയിട്ടില്ല, ഇനി മാറ്റാനോട് സാധിക്കുകയില്ല. കാരണം ഇലക്ഷൻ്റെ നിയമാവലികൾ ഈ മാർച്ചോടുകൂടി വരും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഹിന്ദുവിന് കേരളത്തിൽ, ഭാരതത്തിൽ ഒരു സ്കൂൾ തുടങ്ങണമെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അനുഭവിക്കേണ്ടതിൻ്റെ 15 ഇരട്ടി അത് അനുഭവിച്ചവരാ ഞങ്ങൾ ഒരു സ്കൂൾ തുടങ്ങാൻ. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ലാൻഡ് സീലിംഗ് ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഒന്ന് ചെയ്തുകൂടെ? ഏത് മതത്തിലുള്ളവർക്കും സ്കൂൾ തുടങ്ങാൻ ഒരേ നിയമമാണ്. അത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഒരേ നിയമമാണെന്ന്, ഇപ്പൊ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുള്ള നിയമം ഹിന്ദുക്കൾക്കും ബാധകമാണ് എന്നൊരു വരി ചേർത്തൂടെ? അതുപോലും ചെയ്യാൻ പറ്റാതെ, ഏതായാലും ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ ഞാൻ മോദിയെക്കുറിച്ച് എന്നും നല്ലതേ പറയാറുണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിന് പോയിന്റ് ചെയ്യാറുണ്ട്. ഈ രാഷ്ട്രത്തോടും സംസ്കാരത്തോടും ബഹുമാനമുള്ള വ്യക്തി. ഇദ്ദേഹം റായ്ബറേലിയിലോ മറ്റോ ഇന്നലെ പോയിട്ട് അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പൂജ നടത്തി. ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ നല്ല രീതിയിൽ ഹൈന്ദവ ധർമ്മത്തിൻ്റെ പ്രായോഗികത, ഇത് നർമ്മദ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തപ്പോഴും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോഴും മഹാസങ്കല്പം ചൊല്ലിയിട്ട് ചെയ്ത ഒരേ ഒരു പ്രധാനമന്ത്രി. ആരും അതിനെ എതിർത്തുമില്ല, വർഗീയത എന്നോട്ട് പറഞ്ഞുമില്ല. ആ രീതിയിൽ ചെയ്തു. പക്ഷെ ഇവിടെയൊക്കെ ഇനി മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മിത്രങ്ങളെയൊക്കെ ശത്രുക്കളാക്കി ഒറ്റയ്ക്ക് ആകാൻ പോകുമ്പോൾ അപ്പുറത്തുള്ളവർ ഇവരുടെ മുദ്രാവാക്യം എടുത്തു. BJP മുക്ത ഭാരത്. ഇവർ പറഞ്ഞിരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതാണ്.
BJP മുക്ത ഭാരതത്തിന് കംപ്ലീറ്റ് ആൾക്കാർ ഒരുമിച്ച് ചേർന്നു. പിന്നീട് എന്താവും എന്നുള്ളതല്ല, ഇപ്പൊ എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പ്രധാനമന്ത്രി പദം വരുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇല്ല. കാരണം ഇറ്റലിക്കാരിക്കും മകനും ഇപ്പൊ നല്ല മസിൽ പവർ ഉണ്ട്. അത് തന്നെയാ കാരണം.